بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളുടെ മനസ്സുകളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അത്യത്ഭുതകരമായ രണ്ട് യാത്രകളുടെ സ്മരണകൾ ഉണർത്തുന്ന റജബ് മാസത്തിൻ്റെ അവസാനത്തെ 10 നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി 27ാമത്തെ രാവ് നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവലംബമായിരുന്ന എല്ലാവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് തികച്ചും നിരാലംബനായി മാറിയ ഒരു വേളയിൽ ഇനി എന്ത് എന്ന് ചിന്തിച്ച് ആരാലും തനിക്ക് സംരക്ഷണം നൽകാത്ത ഒരവസ്ഥയിലേക്ക് താൻ മക്കയിൽ ഒറ്റപ്പെട്ടു പോയോ എന്ന് തോന്നിക്കുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിതനായി കഴിഞ്ഞുകൂടിയ സന്ദർഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷണം നൽകിയിരുന്ന പിതൃവ്യനായ അബൂ താലിബ് നുബുവത്തിൻ്റെ 10ാം വർഷം ഈ ലോകത്തോട് വിട പറയുകയാണ്. അതുവരെയും മക്കക്കാരും ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുമ്പോൾ ഹാഷിം കുടുംബത്തിലെ മുഴുവൻ പേരും തങ്ങളുടെ ചുറ്റിനും മരിച്ചു വീണാലും അതുവരെ താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ നബി തങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. പക്ഷേ ആ പിതൃവ്യൻ്റെ വിയോഗത്തോടുകൂടി ശത്രുക്കൾ സടകുടഞ്ഞ് എഴുന്നേറ്റു. പൂർവാധികം അവർ അക്രമോത്സുകരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അബിസീനയിലേക്ക് ദേശാടനം നടത്തേണ്ടി വന്നു. കുറേ നാൾ കൂടി കഴിഞ്ഞപ്പോൾ ഉപരോധത്താലും ബഹിഷ്കരണത്താലും ശുഐബ് അബീ താലിബിൽ 3 വർഷം അകപ്പെട്ടുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ രോഗാതുരയായി ഈ ലോകത്തോട് വിട പറയുന്നു. തൻ്റെ ജീവിതവും സമ്പത്തും മുഴുവനും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയും ദീനിനു വേണ്ടിയും സമർപ്പിച്ച മഹദിയുടെ വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ ദുഃഖത്തിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി തനിക്ക് സംരക്ഷണം നൽകാൻ മക്കയിൽ ആരുമില്ല എന്ന് തോന്നിയ പ്രവാചകൻ തൻ്റെ മാതാവിൻ്റെ ഉറ്റ ബന്ധുക്കൾ ഉള്ള തായിഫിലെ സഖീഫ് ഗോത്രത്തെ ലക്ഷ്യമാക്കി പോവുകയും അവരോട് വിവരം തെര്യപ്പെടുത്തുകയും എന്നാൽ അവർ മക്കക്കാരെക്കാൾ കൂടുതൽ ഇസ്ലാമിനെ എതിർക്കുകയും പ്രവാചകനെ ആ നാട്ടിൽ നിന്നും വിരട്ടി ഓടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. തിരിച്ചു മടങ്ങി വരവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബത്തിന്റെ 2 മക്കളാകുന്ന ഷൈബയുടെയും റബീഅയുടെയും മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിക്കുകയാണ്. കൂടെ തൻ്റെ വളർത്തുപുത്രനാകുന്ന സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്നും തിരിച്ചു മടങ്ങി വരുമ്പോൾ പ്രവാചകന് മർദ്ദനമേറ്റ കാരണത്താൽ ശരീരത്തിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്, മനസ്സ് വല്ലാതെ നൊന്തിട്ടുണ്ട്. ഈ വേദനകൾ മുഴുവനും സഹിച്ചുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തിലിരുന്ന് ഇനി എന്ത് എന്ന് നബിതങ്ങൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞുപോയ ഏകദേശം 10 വർഷത്തെ ദുരനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുകരങ്ങളും പടച്ച തമ്പുരാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനാ നിരതനാകുന്നത്. അല്ലാഹുമ്മ ഇലൈക അഷ്കു, അല്ലാഹുവേ എനിക്ക് അവലാതി പറയാൻ നീ മാത്രമാണ്. അവലംബമായി എനിക്കുണ്ടായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു, പ്രിയതമ ഖദീജയും പോയി. തായിഫിലെ എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ എന്നെ കൈവെടിഞ്ഞു, അവരെന്നെ മർദ്ദിക്കുകയും ആ നാട്ടിൽ നിന്ന് അട്ടിയോടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇലൈക അഷ്കു ളുഅഫ ഖുവതി,
എൻ്റെ ബലഹീനത ഞാൻ നിന്നിലേക്ക് ആവലാതിയായി ബോധിപ്പിക്കുകയാണ്. വഖില്ലത ഹീലത്തി, എൻ്റെ ആസൂത്രണ പാടവം കുറവാണ്, അതും ഞാൻ നിന്നിലേക്ക് പരമേൽപ്പിക്കുന്നു. വഹവാനി അലന്നാസ്, ജനങ്ങളുടെ അടുക്കലുള്ള ഇപ്പോൾ എനിക്ക് നേരിട്ട് കൊണ്ടിരിക്കേണ്ടി വരുന്ന നിന്ദ്യതയും അപമാനഭാരവും അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ പരമേൽപ്പിക്കുകയാണ്. അന്ത റബ്ബി വ റബ്ബുൽ മുസ്തളഫീൻ, നീ ബലഹീനരുടെ റബ്ബാണ്, സംരക്ഷകനാണ്, എൻ്റെയും റബ്ബാണ്. ഇലാ മൻ തഖിലുനി, ഇനി ആരെയാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നാഥ? ഇലാ അദുവിൻ യതജഹമുനി, എന്നെ ഫൽസിക്കുന്ന, എന്നെ കീഴ്പ്പെടുത്തുന്ന ശത്രുവിലേക്കാണോ? അം ഇലാ ഗരീബിൻ ഹതക അംരി, ഈ പരിശുദ്ധ ദീനിൻ്റെ കാര്യം പിച്ചു ചീന്തി നശിപ്പിക്കുന്ന പരദേശികളെയാണോ? ആർക്കാണ് റബ്ബേ നീ എന്നെ ഇനി ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇല്ലം തകുൻ അലയ്യ സാഹിത്തൻ, നീ എന്നോട് കോപം നിനക്കുണ്ടായിട്ടില്ല എങ്കിൽ 10 വർഷമായി നീ എന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഈ വഴിത്താരയിൽ റബ്ബേ എൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ കുറവ് വന്നുപോയി, ആയതുകൊണ്ട് നിനക്ക് എന്നോട് കോപമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്. നേരെ മറിച്ച് നിനക്ക് എന്നോട് കോപമുണ്ടായിട്ടില്ല, ഞാൻ പരമാവധി എൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്നെ തൊട്ട് തൃപ്തിയാണ്. എന്നാൽ ഫല ഉബാലി, ഈ അനുഭവിച്ച അനുഭവങ്ങളൊന്നും, പീഡനങ്ങളൊന്നും, ഈ ഫൽസനങ്ങളൊന്നും, അപമാനങ്ങളൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച തമ്പുരാനോട് ആവലാതിയായി പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിൽ എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ദുഃഖിതനായി കഴിഞ്ഞുകൂടുമ്പോൾ ദീർഘനേരത്തെ പ്രാർത്ഥന കേട്ട ശത്രുക്കളാകുന്ന റബീഅത്തിന്റെ പുത്രന്മാർക്ക് പോലും നബി തങ്ങളോട് അലിവും ദയയും കാരുണ്യവും തോന്നിക്കൊണ്ട് തങ്ങളുടെ ഭൃത്യന്റെ അടുക്കൽ തോട്ടത്തിൽ വിളഞ്ഞ മുന്തിരി പറിച്ചു കൊടുത്തുകൊണ്ട് മുഹമ്മദിനും തന്നോടൊപ്പമുള്ള സെയ്ദിനും കൊണ്ടു കൊടുക്കാൻ പറയുന്ന രംഗം നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തികച്ചും നിരാലംബനായി പോയി എന്ന തോന്നൽ പ്രവാചകനുണ്ടായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥശൂന്യതയും പരലോക ജീവിതത്തിൻ്റെ അനശ്വരതയും നേർക്കുനേരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ആത്മീയ യാത്രയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ലിയരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇസ്റാഉം മിഅ്റാജും ആകാശ ആരോഹണ യാത്രയും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ആ സന്ദർഭത്തിലാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് നബിയെ അങ്ങയെ വെറുത്തിട്ടില്ല, അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ല പടച്ച തമ്പുരാൻ എന്ന സൂറത്തുൽ ദുഹായുടെ ആദ്യ വചനങ്ങൾ അവതരിക്കുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഇരുൾ മുറ്റിയതായ രാവ്, ആ രാവ് എന്നൊന്നും നിലനിൽക്കുകയില്ല. വല്ലുഹാ, അതിനൊരു പ്രഭാതമുണ്ടായിരിക്കും, ഒരു പുലരി ഉണ്ടായിരിക്കും, ഒരു പകൽ വെളിച്ചമുണ്ടായിരിക്കും. എന്നും അന്ധകാര നിബിഡമായ അന്തരീക്ഷവും അന്ധകാര നിബിഡമായ സാമൂഹികമായ രീതിയും ആയിരിക്കുകയില്ല. അതിനൊക്കെയും ഒരു മാറ്റമുണ്ടാകും. പകല് വരും, പുലർക്കാല വെളിച്ചമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ സത്യം ചെയ്തും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നബിയോട് പറയുന്നത്, മാ വദ്ദഅക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, വമാ ഖലാ, നിന്നോട് വെറുപ്പ് കാണിച്ചിട്ടുമില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, താമസം വിനാ വലിയ ഒരു ഗിഫ്റ്റ്, ഒരു അതാ, വലസൗഫ യുഅതീക, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകും. ഫതർലാ,
അപ്പോൾ താങ്കൾ പൂർണ്ണാർത്ഥത്തിൽ തൃപ്തിയുള്ള ആളാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഇതിൻ്റെ ഇടയിലായിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ, വലല്ലാഖിറത്തു, വരാനിരിക്കുന്ന ദിനങ്ങൾ, ഖൈറും മിനൽ ഊലാ, കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ ഏറ്റവും അങ്ങേക്ക് ഉത്കൃഷ്ടമാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്, നന്മയുള്ളതാണ്. രണ്ടർത്ഥമാണ് അവിടെ മുഫസ്സിറുകൾ കൊടുക്കുന്നത്. ഒന്ന്, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവും ആഖിറവുമാണ് എങ്കിൽ. മറ്റൊന്ന്, കഴിഞ്ഞു പോയ നാളുകളും മാസങ്ങളും വർഷങ്ങളും ഇനി വരാനിരിക്കുന്ന ദിനരാത്രങ്ങളും രാവുകളും വർഷങ്ങളും മാസങ്ങളും ഒക്കെയാണ് എന്നും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാന്തനത്തിൻ്റെ വർത്തമാനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് വഹീൻ്റെ സന്ദേശങ്ങളായ ദുഹായുടെ, സൂറത്തുൽ ദുഹായുടെ ആദ്യ വചനങ്ങളിലൂടെ അള്ളാഹു നൽകിയ ആ സന്തോഷ വാർത്ത മിഅ്റാജിൻ്റെ യാത്രയെക്കുറിച്ചായിരുന്നു. മുഫസ്സിറുകൾ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, താങ്കൾക്ക് താമസം വിനാ താങ്കളുടെ റബ്ബ് വലിയൊരു ഗിഫ്റ്റ് നൽകുകയാണ്, അതാ നൽകുകയാണ്. അത് താങ്കൾക്ക് ലഭിക്കുമ്പോൾ ഫതർലാ, താങ്കൾ സമ്പൂർണ്ണ തൃപ്തിയുള്ളവനാകും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അതിന് ശേഷമാണ് ഇസ്റാഉം മിഅ്റാജും ഉണ്ടാകുന്നത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ രണ്ട് യാത്രയും സാധാരണ യാത്രയല്ല, അത്ഭുതകരമായ ആത്മീയ യാത്രയാണ്. അല്ലാഹു ഇടപെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചുകൊണ്ട് പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് നിന്നും ആകാശങ്ങളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു വേഗതയിലാണോ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആകാശ ലോകങ്ങളിൽ നിന്നും ഭൂമി ലോകത്തേക്ക് വന്ന് പ്രവാചകന് വഹി അറിയിച്ചു കൊടുക്കുന്നത്, അതേ രീതിയിൽ ഈ ഭൂമി ലോകത്തു നിന്നും അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ആകാശങ്ങളുടെ അതിരുകൾക്കപ്പുറം, പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയ അത്ഭുതകരമായ യാത്ര, ആ ആകാശ ആരോഹണത്തിനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മിഅ്റാജ് എന്ന് പറയുന്നത്. ആകാശ ആരോഹണ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുമായിട്ട് സന്ധിക്കുന്നതിന്, അതിലുപരി വരാനിരിക്കുന്ന ആഖിറത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിന്, ദുനിയാവിൻ്റെ അനശ്വരതയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, ഈ പ്രപഞ്ചങ്ങളുടെ അതിർത്തിക്കപ്പുറത്ത്, പ്രപഞ്ചത്തിനും അപ്പുറത്തായിട്ട് പടച്ച തമ്പുരാന്റെ രാജസിംഹാസനം ഉണ്ട് എന്ന് നേർക്കുനേരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അഭൗതികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മുഅ്മിനാകാൻ കഴിയുന്നത്. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ബോധമുള്ളപ്പോഴും വിശ്വാസമുള്ളപ്പോഴുമാണ് നമുക്ക് മുഅ്മിനാകാൻ കഴിയുന്നത്. ഒരു പരലോകം വരാനുണ്ട്, മഹ്ശറ വരാനുണ്ട് എന്നുള്ള വിശ്വാസമുള്ളപ്പോഴാണ് നമുക്ക് മുഅ്മിനാകാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള അഭൗതികമായ ആത്മീയമായ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മുഅ്മിനാകാൻ കഴിയുന്നത്. അതല്ലാതെ കേവലം ഭൗതികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴല്ല ഒരു മനുഷ്യൻ മുഅ്മിനാകുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി കൊടുത്ത ഈ ആത്മീയ യാത്രയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം നബി തങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പുള്ള അനന്തമായ കാലം മുതൽ അന്ത്യദിനം വരെയുള്ള സ്ഥലകാല അതിർവരമ്പുകളില്ലാത്ത ഒരു പ്രത്യേക ലോകം അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ഭൂമിയിലെ കണക്കാണ് ദിവസം 24 മണിക്കൂറും വർഷം 365 ദിവസവും. ചില ഗോളങ്ങളിൽ അത് വ്യത്യാസമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ പടച്ച തമ്പുരാന്റെ അടുക്കൽ ഒരു വർഷം 1000 വർഷങ്ങൾക്ക് സമാനമാണ്. അവിടെ ഈ കാലാവസ്ഥയല്ല, അവിടെ ഈ കണക്കല്ല,
അവിടെ ഈ ചലനമല്ല ഗോളങ്ങളുടെ ചലനം, അതിനപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ കാലത്തിന് അതീതനായ പ്രപഞ്ചനാഥൻ പടച്ച തമ്പുരാൻ അവൻ്റെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് ഒരു രാത്രിയുടെ ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് മുഅ്മിനാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞുകൊണ്ട് പ്രവാചകൻ മക്കയിൽ വന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളിൽ പലരും അവരുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ പോലും കാരണമായി ഇത്. കാരണം അവർക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അഭൗതികമായ ഒരു ആത്മീയ യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ പ്രകാശത്തിൻ്റെ വേഗത മനസ്സിലാക്കിയിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായാൽ അതിന് ശാസ്ത്രീയമായിട്ട് ഫിസിക്സ് പരമായിട്ട് അതിനെ തെളിയിക്കപ്പെടാൻ പറ്റുമെങ്കിലും അന്ന് ഈ വകയായ ശാസ്ത്രവികാസമൊന്നും നേടിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ പലരും അവിശ്വസിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാർത്ത അറിഞ്ഞുകൊണ്ട് അവിടെ കടന്നു വന്നപ്പോൾ അബൂബക്കറിൻ്റെ അടുക്കലേക്കായി ജനങ്ങളെല്ലാവരും അബൂബക്കറിനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, നിന്റെ കൂട്ടുകാരൻ പുതിയ ഒരു വാർത്തയുമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിച്ചത്. അവഖാല ദാലിക, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഖാലൂ നഅം, അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സദ്ദഖതു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, വാസ്തവമാക്കുന്നു. എന്തുകൊണ്ട് വാസ്തവമാക്കിക്കൂടാ? ആ ജനതയോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പകലിലോ രാവിലോ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്നും അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ദിവ്യ വഹിയുമായി ഒരു മലക്ക് പ്രവാചകന്റെ അടുക്കൽ വരികയും പ്രവാചകൻ അത് പാരായണം ചെയ്ത് മനസ്സിലാക്കുകയും നിങ്ങളെ ഓതി കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതേ പ്രവാചകൻ അതേ മലക്കിനോടൊപ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നതിൽ എന്ത് അവിശ്വസനീയതയാണുള്ളത് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അപ്പോഴാണ് ആസ്ഥാന പേര് നൽകുന്നത്. അഷ്ഹദു അന്നക സിദ്ദീഖ്, സിദ്ദീഖേ, അബൂബക്കറെ, നിങ്ങൾ സിദ്ദീഖാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മുഅ്മിനായാൻ കഴിയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന്റെ അതിരുകൾ താണ്ടി അപ്പുറത്ത് ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കടന്നു ചെല്ലാൻ പെർമിഷൻ ഇല്ലാത്ത അർശിന്റെ ചുവട്ടിൽ ചെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുന്ന സന്ദർഭത്തിൽ മാ സാഗൽ ബസറോ, പ്രവാചകന്റെ ദർശനത്തെക്കുറിച്ച് റുയത്തിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി തങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല, കണ്ണ് ചിമ്മിയില്ല. വമാ തഗാ, അത് കാണേണ്ടുന്ന കാഴ്ചകൾ വിട്ട് അതിർ ലംഘിച്ചതും ഇല്ല. എന്താണോ കാണണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചത് അതെല്ലാം കാണുകയാണ് ചെയ്തത്. വമാ തഗാ, അതിരു കടന്നില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങൾ, വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, അതെല്ലാം ആ യാത്രയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ ആ കാണാൻ കഴിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖറബനി അല്ലാഹു ഇലാ മുസ്നദിൽ അർശ്, അർശിന്റെ ചുവട്ടിലേക്ക് പടച്ച തമ്പുരാൻ എന്നെ അടുപ്പിച്ചു, എന്നെ ചേർത്തു. എന്നിട്ടോ ഫനസലത്തു ഖുതറത്തും മിനൽ അർശി, അർശിൽ നിന്നും ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ത്തി തന്നു. ഫവഖഅത് അലാ ലിസാനി, ആ നാവ് അതിനെ രുചിച്ചു. ഫമാ ദാഖൽ ദായിഖൂന ഹിലാ മിൻഹാ, അതിനേക്കാൾ മാധുര്യമുള്ള
ഒരു ജലവും ആരും ഇതുവരെയും രുചിച്ചിട്ടില്ല. ഫഅംബഅനി അല്ലാഹു നബഅൽ അവ്വലീന വൽ ആഖിരീൻ. മുൻഗാമികളുടെയും പിൻഗാമികളെയും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല വിജ്ഞാനങ്ങളും അതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകുകയുണ്ടായി എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഫറആ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ഈ യാത്രയെക്കുറിച്ചും ആത്മീയമായ ദർശനങ്ങളെക്കുറിച്ചുമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആലമുൽ മലക്കൂത്താകുന്ന മാലാകമാരുടെ മലക്കുകളുടെ അത്ഭുതകരമായ ലോകത്തിൻ്റെ ചിത്രീകരണം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. വസറായിറൻ നാസൂതി വൽ ജബറൂതി, പടച്ച തമ്പുരാന്റെ ആധിപത്യത്തിൻ്റെ സ്ഥലങ്ങളാകുന്ന അധികാര കേന്ദ്രങ്ങളാകുന്ന ആ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഐനൻ മുദർരിസ മസ്ജിദൽ ലാഹൂതി, ലാഹൂത്താകുന്ന പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തും ഉള്ള ആ ലോകത്തുള്ള ഇൽമുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഗിഫ്റ്റായിട്ട്, സമ്മാനമായിട്ട് നബി തങ്ങളുടെ ഉമ്മത്തിന് 5 നേരത്തെ ഫർള് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ബിബിസാതി ഖുദ്സില്ലാഹി ലമ്മാ അൻവസൽ ഹയ്യാഹു ലില്ലാഹി തഹയ്യാത്തുൽ ഫുളൽ വമുബാറകാത്തുൻ വസ്സലാമു അല കമാനുകിൽ ഫിസ്സിറത്തിൽ ഹലബി ഹക്കാ തത്മീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിൻ്റെ സമക്ഷത്തിൽ പ്രവാചകൻ കാണിക്കയായിട്ട് സമർപ്പിച്ചത് അത്തഹയ്യാത്തിൻ്റെ വചനങ്ങളാണ് എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിസ്കാരത്തിൽ 5 നേരം നാം ഓതുന്ന അത്തഹയ്യാത്ത്, ആ അത്തഹയ്യാത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കയായി ഗിഫ്റ്റായി സമർപ്പിച്ച വർത്തമാനങ്ങളാണ്, വാക്കുകളാണ്. അത്തഹയ്യാത്തു ലില്ലാഹി അൽ മുബാറകാത്തു വസ്സലവാത്തു തുടങ്ങുന്ന അത്തഹയ്യാത്തിൻ്റെ പദങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചും വാഴ്ത്തിയും പുകഴ്ത്തിയുമുള്ള, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ വർത്തമാനങ്ങളാണ് നിസ്കാരത്തിൽ, ഓരോ നിസ്കാരത്തിലും അത്തഹയ്യാത്തിൽ നാം ഓതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തഹയ്യാത്തിൻ്റെ വചനങ്ങളായിട്ട് ആ വചനങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായി കാണിക്കയായി സമർപ്പിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടർന്നു കൊണ്ട് പറഞ്ഞതാണ്, അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലയോ പ്രവാചകരായിട്ടുള്ളവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അങ്ങയുടെ മേൽ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തിരുഹളറത്തിൽ വെച്ച് ഈ സംഭാഷണം ഹബീബും മഹബൂബുമായിട്ട് നടക്കുമ്പോൾ, പ്രവാചകനും അള്ളാഹുവുമായിട്ട് നടക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ പടച്ചവനോട് ഒരു ദുആ ചെയ്യുകയുണ്ടായി. ആരുടെ വിഷയത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ദുആ നടത്തിയത്? ലോകാവസാനം വരെ വരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനു വേണ്ടിയാണ് പ്രവാചകൻ ആ സന്ദർഭത്തിൽ സർവ്വതും മറന്നുപോകുന്ന ആത്മീയമായ അനുഭൂതിയുടെ ആ അനർഘവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച തമ്പുരാനോട് പ്രാർത്ഥനാ രൂപത്തിൽ അഭ്യർത്ഥിക്കുന്നത്, ഇദ്ദാക യദുല്ലാഹ തഹ ഖായിലു മർവിയ തസ്ലീമിൻ അലൈനാ ഷാമിലു. ആ സന്ദർഭത്തിൽ ഇദ്ദാക യദുല്ലാഹ, അള്ളാഹുവിനോട് താഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. മർവിയ തസ്ലീമിൻ അലൈനാ ഷാമിലു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു
വബറകാതുഹു എന്ന് പറയുമ്പോൾ പ്രവാചകൻ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ സൽക്കർമ്മകാരികളായ ലോകാവസാനം വരുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ട എൻ്റെ അനുയായികളെയും കൂടി ഈ പ്രാർത്ഥനയിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അനുവാദം നൽകിക്കൊണ്ട് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന അത്തഹിയാത്തിൽ ഈ 3 പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുമുൽക്കാഴ്ചയായിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച പടച്ച തമ്പുരാനെ പ്രകീർത്തിക്കുന്ന, വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന വചനങ്ങൾ തിരിച്ചല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടിയായിട്ട് പ്രവാചകനെ സംബോധന ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നല്ലാഹു നബി തങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥന. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് രണ്ടിനോടും ചേർത്തുകൊണ്ട് പ്രാർത്ഥിച്ച അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് തുടങ്ങുന്ന ദുആ, ഇത് 3മാണ് നാം ഓരോ നിസ്കാരത്തിൻ്റെയും അത്തഹയ്യാത്തിന് ശേഷം അത്തഹയ്യാത്തിലൂടെ നാം പ്രാർത്ഥനയായിട്ട് പടച്ച തമ്പുരാനോട് പറയുന്നത് എങ്കിൽ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ ഓരോ വേളകളിലും പടച്ച തമ്പുരാനുമായിട്ടുള്ള മുനാജാത്താണ് നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു അടിമയുടെ ഉടമയുടെയും ഇടയിലുള്ള മുനാജാത്തായിട്ടാണ് നിസ്കാരത്തിൻ്റെ എല്ലാ സംസാരങ്ങളും ഓതലുകളും ദിക്റുകളും ദുആകളും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഅ്റാജിൻ്റെ സന്ദേശമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ വായിച്ചെടുക്കേണ്ടത് നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം. ആ 5 നേരത്തെ നിസ്കാരം നിർബന്ധമായ നമ്മൾ മിഅ്റാജിൻ്റെ അനുസ്മരണം നടത്തിയിട്ട് നിസ്കാരം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പിന്നെ എന്ത് അനുസ്മരണമാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വീഴ്ചകൾ എല്ലാവരിലും വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണ് മനുഷ്യരാകുന്ന നമ്മൾ. പക്ഷേ ഓരോ വർഷവും റജബ് 27-ൻ്റെ ഇസ്റാവും മിഅ്റാജിൻ്റെയും അനുസ്മരണം നമ്മൾ നടത്തിക്കൊണ്ട് ഇത് വെറും കേവലം ഒരു ചരിത്ര സംഭവമായിട്ട് ഇങ്ങനെ വായിച്ചു പോകാതെ അതിലടങ്ങിയിരിക്കുന്ന മെസ്സേജുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നന്നാവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 നേരത്തെ നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരം പൂർണ്ണാർത്ഥത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി ജമാഅത്തായിട്ട് തന്നെ പരമാവധി നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നാം ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹം അടിമയുടെയും ഉടമയുടെയും ഇടയിലില്ല, പടപ്പുകളുടെയും പടച്ച തമ്പുരാൻ്റെയും ഇടയിലില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയം വളരെ ഗൗരവത്തോടുകൂടി കാണണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, പരിശുദ്ധമായ റജബ് മാസം യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസമാണ് എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ മാസത്തിലെ ഏത് ദിവസവും നോമ്പ് പിടിക്കാം. പ്രത്യേകിച്ച് നോമ്പ് സുന്നത്തായിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പോരിഷയുള്ളതാണ്. മിഅ്റാജിൻ്റെ ദിനത്തിൽ നോമ്പുണ്ട് എന്ന അഭിപ്രായമുണ്ട്, ഇല്ല എന്നും അഭിപ്രായമുണ്ട്. ഉണ്ട് എന്ന അഭിപ്രായമാണല്ലോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. നന്മകളിലാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്. കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവർ നാളെ അത് മിഅ്റാജിൻ്റെ നോമ്പായിട്ട് നിങ്ങൾ പിടിക്കേണ്ട റജബിൻ്റെ നോമ്പായിട്ട് കഴിവുള്ളവർ നാളെ ഒരു നോമ്പ് പിടിക്കുക. മറ്റന്നാളും നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. എല്ലാ ദിവസവും റജബിൻ്റെ ദിവസവും നോമ്പ് പിടിക്കാം. അങ്ങനെയുള്ള നന്മകളിലൊക്കെ നമ്മൾ ഭാഗവാക്കാകുക എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനം തെക്കൻ കേരളത്തിൽ 7 ജില്ലകളിലായിട്ട് 70 വർഷം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനമാണ്. അതിൻ്റെ 70-ാം വാർഷികം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന 19-ാം തീയതി തിങ്കളാഴ്ച കൊല്ലത്ത് വെച്ച് അവകാശ സംരക്ഷണ റാലി നടക്കുകയാണ്. കൊല്ലം പീരങ്കി മൈതാനിയിൽ കൺട്രോൾമെൻറ്റ് മൈതാനത്തിൽ നിന്ന് തുടങ്ങിയ ഗംഭീരമായ അവകാശ സംരക്ഷണ റാലിയിൽ നാം ഓരോരുത്തരും പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ അണികളായി ചേരേണ്ടതുണ്ട്. കാരണം ഇന്ന് മുസ്ലിം സമുദായം അതിസങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ
ഫുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമുണ്ട്, BJP അല്ലാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമുണ്ട്, ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. കർണാടകയിൽ പോലും ഫുൾഡോസർ രാജ് വന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഇടിച്ചു നിരത്തുന്നു, വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ. ഇനി എങ്ങോട്ട് തുടർന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ മറ്റു പല കാര്യങ്ങളും SIR ഉൾപ്പെടെയുള്ള പല പല പ്രശ്നങ്ങളും എത്രത്തോളം നേരത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തെ ജുഡീഷ്യറിയിൽ, കോടതികളിൽ. ഇന്ന് കോടതികളിൽ നിന്ന് വരുന്ന വിധികൾ തന്നെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും അനീതിയാണ്, നീതിപൂർണമായ വിധികളല്ല. ഇതൊക്കെയും ഒരു സമുദായത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുമെന്ന് ബോധ്യമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയണ്ട. കേരളത്തിൽ വിവിധ മതസംഘടനകൾ വ്യത്യസ്തമായ റാലികൾ, സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ സമ്മേളനങ്ങളിലും ഉയർന്നു കേൾക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശ സംരക്ഷണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ, ഭരണാധികാരികളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും നമ്മുടെ ശക്തി തെളിയിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായ്മയായിട്ടുമൊക്കെ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൻ്റെ യശസ്സും ഉന്നതിയുമൊക്കെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തി തരുന്നതിന് ഉപകരിക്കുന്ന എന്തെല്ലാം സൽപ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗവാക്കാകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തീർക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.